ബാലചന്ദ്രനും സ്റ്റാലിനും കണ്ടുമുട്ടുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അങ്ങനെ അലീനയുടെ അച്ഛൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. കുറച്ച് നാളായി എല്ലാ പ്രേക്ഷകരും കാണാനായിട്ട് കാത്തിരിക്കുന്നു. ഈ സ്റ്റാലിൻ എന്ന കഥാപാത്രം ആരാണ്? സ്റ്റാലിൻ ആരെയാണ് അനുകൂലിക്കുന്നത്? അലീനയെ ഇനി സ്റ്റാലിൻ ഏറ്റെടുക്കുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ. സ്റ്റാലിൻ ആരായിരിക്കും, ആ കഥാപാത്രം ആരായിരിക്കും ചെയ്യുക എന്ന് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡോടുകൂടി ഏതാണ്ട് വിരാമമിടുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് ഒടുവിൽ അന്വേഷണങ്ങൾക്ക് ശേഷം ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ വീട്ടിലെത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റാലിൻ ഏതോ ഒരു വേട്ടയാടുന്ന മനുഷ്യനാണെന്ന് തോന്നുന്നു. ഒരുപാട് പട്ടികളുണ്ട് അദ്ദേഹത്തിന്. ആ പട്ടികളുടെ അനുമതിയില്ലാതെ ആ വീട്ടിലേക്കൊന്ന് പ്രവേശിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന് കഴിയുന്നു. അതേസമയം ബാലചന്ദ്രനാണെങ്കിൽ അനുവാദം ചോദിച്ചിട്ടാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. ഇതേസമയം ആരാണ്, എന്താണ്, എന്തിനാണ് എന്ന് സ്റ്റാലിൻ ചോദിക്കുമ്പോൾ സ്റ്റാലിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ഒരുങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഞാൻ വൈജിയുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ബാലചന്ദ്രൻ അപ്പോൾ തന്നെ സ്റ്റാലിൻ നിർത്താനായിട്ട് പറയുന്നു. അവളുടെ കുടുംബക്കാർ തന്നെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട് എന്നറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഒരുപാട് അവരുടെ രഹസ്യങ്ങൾ ബാലചന്ദ്രനോട് പറയുമ്പോൾ ചുരുളഴിയാത്ത ഒരു രഹസ്യം കൂടിയുണ്ട് എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കാണാനായിട്ട് കഴിയും. അലീന എന്ന വലിയ സത്യം, നിങ്ങളുടെ മകൾ എന്ന വലിയ സത്യം എന്ന് പറയുമ്പോൾ സ്റ്റാലിൻ ഞെട്ടുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും കൂട്ടുകാരെ.